മലയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമില്ല കുട്ടാ. ദേവിക ഇവന് എത്ര നേരമായിട്ട് സങ്കടപ്പെടുകയെന്നറിയോ? ദേവിക പ്രദക്ഷിണം വെച്ച് തുടങ്ങിയപ്പോ മുതല് ഇവൻ സങ്കടപ്പെടാൻ തുടങ്ങിയതാ. ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ഈ ക്ഷേത്രവും ചുറ്റിനുണ്ടായിരുന്ന നിങ്ങളും ഒക്കെ ഒരു പുകമറയ്ക്കുള്ളിലുള്ളതുപോലെ എനിക്ക് തോന്നിയത്. എന്റെ മനസ്സിൽ കുട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. ഇടമുറിയാതെ ഞാൻ കുട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കായിരുന്നു. എത്ര വേദന അനുഭവിച്ചിട്ടായാലും നേർച്ച പൂർത്തിയാക്കണം, അതായിരുന്നു ലക്ഷ്യം. നേർച്ച നിറവേറ്റി പുറത്തിറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാ എനിക്കെന്റെ മനസ്സ് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ടാ പ്രദക്ഷിണം കഴിഞ്ഞിട്ടും പെട്ടെന്ന് ആരോടും എനിക്കൊന്നും മിണ്ടാൻ കഴിയാത്തത്. അതൊന്നും സാരമില്ല മോളെ, നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചല്ലോ. അതിനും മോളെ സമ്മതിച്ചിരിക്കുന്നു. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഏത് പെണ്ണാണ് ഭർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇത്രയും മനസ്സ് വയ്ക്കുന്നത്? ഈ മനസ്സ് നിനക്ക് എങ്ങനെ കിട്ടി മോളെ? എത്ര പറഞ്ഞാലും മതിയാവില്ല. ദേവിക നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അതൊരിക്കൽ കൂടി ദേവിക നമ്മുടെ മുന്നിൽ തെളിയിച്ചിരിക്കുക. കുട്ടാ, കുട്ടൻ എന്റെ എല്ലാം എല്ലാമാ, എന്റെ ജീവശ്വാസം. അതുകൊണ്ട് തന്നെ എന്റെ ജീവനേക്കാളും പ്രാധാന്യം ഞാൻ കുട്ടന് കൊടുക്കും. കുട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എത്ര മുറിവുകളും ഞാൻ സഹിക്കും. ഏത് കയ്പ് നീര് ഞാൻ കുടിക്കും. മോളെ, നീ അവന്റെ സങ്കടം കൂടെ നീ മാറ്റിയെടുക്കണം. ഞാനും ജാനകിയും കൂടെ ആവുന്നത്ര പറഞ്ഞിട്ടും ഇവന്റെ സങ്കടം മാറുന്നില്ല. കുട്ടൻ വിഷമിക്കരുത്. കുട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? മാലക എന്തിനാ ഇതൊക്കെ ചെയ്തേ? എന്തിനു മുട്ടിലഴിഞ്ഞേ? അതുകൊണ്ടല്ലേ മലകയുടെ മുട്ടൊക്കെ മുറിഞ്ഞേ? എന്റെ മുട്ട് മുറിഞ്ഞതുകൊണ്ടാണ് കുട്ടൻ വിഷമിക്കുന്നത്. ഇതൊന്നും കാര്യാക്കണ്ട കുട്ടാ. ഈ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങില്ലേ. കുട്ടൻ വിഷമിക്കരുത് കേട്ടോ. മാലാക ഇങ്ങനെ കഷ്ടപ്പെടണ്ട മാലാക. ഇതൊന്നും നമുക്ക് വേണ്ട. മാലാക ഇങ്ങനെ വേദനിക്കണമെങ്കിൽ കാണാൻ പോലും പറ്റൂല. മാലാഖ ഈ വേദനയൊക്കെ അനുഭവിക്കുന്നത് മോന് വേണ്ടിയിട്ടാ കുട്ടാ. മോന്റെ അസുഖം മാറാനും മോന് നല്ലത് വരാനും വേണ്ടിയാ മാലാഖ ഇത്രയും കഠിനമായി നേർച്ച നിറവേറ്റിയ. നിന്റെ മാലാഖ നടത്തിയ നേർച്ചയുടെ ഫലം നിനക്കുണ്ടാവും മോനെ. അമ്മ, മാലാഖയുടെ കാലൊക്കെ കുറെ മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാലാഖ ആശുപത്രി കൊണ്ടുപോവാം. സാരമില്ല കുട്ടാ, ഞാൻ മുറിവ് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ. നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ അവിടെ ഡോക്ടർ എത്തും. ദേവികയെ ഡോക്ടർ അവിടെ വെച്ച് പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. അച്ഛൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാനത് അച്ഛനോട് പറയാൻ വരുമായിരുന്നു. ദേവിക നേർച്ച പൂർത്തിയാക്കി ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച വിവരം പറഞ്ഞു. മോളെ, ഈ വേദന വെച്ച് നിൽക്കാൻ മോക്ക് പ്രയാസം ഉണ്ടാവും. മോള് വാ, വീട്ടിലേക്ക് പോ. അല്ല, നിങ്ങൾ ഇറങ്ങല്ലേ മഞ്ജു? അനീഷ് എവിടെ? അനീഷേട്ടനെ ഞാനും തിരക്കുന്നേ. മഞ്ജേച്ചി, അനീഷേട്ടൻ ഇപ്പോഴൊന്നും വരില്ല. അനീഷേട്ടനെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ നേരെ വീട്ടിലേക്ക് വന്നോളൂ. പക്ഷെ അനീഷേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി പേടിക്കണ്ട. അനീഷേട്ടൻ ഒരു പൊല്ലാപ്പിലും പോയി ചാടില്ല. ചേച്ചി ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ. തനിച്ചു പോണ്ട, ഗോപികയും കൂടി വരും. ഗോപു, നീ മഞ്ജുചേച്ചിയെ കൊണ്ട് വിടില്ലേ? അത് സാരമില്ല ചേച്ചി, മഞ്ജു ചേച്ചി ഞാൻ കൊണ്ട് വിട്ടോളാം. അല്ല ചേച്ചി, അനീഷേട്ടൻ എവിടേക്കാ പറഞ്ഞു വിട്ടത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾ വീട്ടിലേക്ക് പോന്നോക്ക്. ശരി. സൂക്ഷിച്ചു.
പറയാതെ അനീഷേട്ടൻ ഇത് എവിടേക്കാ പോയെ? ചേച്ചി നമുക്ക് പോവാം. വാ. ആരാടാ നീ? കുറെ നേരമല്ലോ നീ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ആരാ നിന്നെ ഞങ്ങളുടെ പിന്നല്ലേ പറഞ്ഞു വിട്ടത്? പറയടാ. അല്ല, ഞാൻ ഈ കേസരി റോഡ് അന്വേഷിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് ഒരിടത്ത് വെച്ച് എനിക്ക് വഴി തെറ്റി. എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരാളെ മുന്നിൽ കിട്ടി. അയാളോട് ചോദിച്ചപ്പോൾ അയാളെ പറഞ്ഞത് നിങ്ങളുടെ പിന്നാലെ വന്നാൽ കൃത്യസ്ഥലത്ത് എത്തുമെന്ന്. കേസരി റോഡിൽ നിനക്ക് എവിടെയാ പോണ്ടേ? അവിടെ ഈ സെക്കൻഡ് സ്ട്രീറ്റിലെ. സെക്കൻഡ് സ്ട്രീറ്റിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് തിരിയണം. തിരിയുമ്പോൾ ആദ്യത്തെ റൈറ്റ്. ശരി, എന്നാ വിട്ടോടാ. നോക്ക്. വണ്ടി എടുത്തോണ്ട് പോ. പതുക്കെ. മോള് മുറിയിലേക്ക് ചെല്ലും. ഡോക്ടർ ഇപ്പൊ വരും. പോയി റെസ്റ്റ് എടുത്തോ. ദേവിക റെസ്റ്റ് എടുക്കുമ്പോൾ നീ ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ മാലാഖയെ ശല്യപ്പെടുത്തില്ല. ഈ നാടകത്തിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സിദ്ധുവിന്റെ കാര്യത്തിൽ ദേവികയ്ക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ. ദേവിക മാത്രമേ ഇവനെ പരിചരിക്കുന്നുള്ളൂ. അത് സ്ഥാപിച്ചെടുക്കാനുള്ള അഭ്യാസമായിരുന്നല്ലോ ഇത്. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാൻ സാധിക്കും. നേർച്ച നടത്തി മുട്ടിന് മുറിവ് പറ്റി വേദന സഹിക്കാതെയാണ് ദേവിക വന്നിരിക്കുന്നത്. ദേവികയെ ഇനിയും വേദനിപ്പിക്കരുത്, അനാവശ്യമായി പരിഹസിക്കരുത്. മോളകത്തേക്ക് ചെല്ല്. കുറച്ച് ദിവസമായി അമ്മയ്ക്ക് ദേവികയോടുള്ള സമീപനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പലതും കണ്ടിട്ടും ഞാനായിട്ടൊരു സംസാരത്തിന് നിൽക്കണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഒഴിവായതാണ്. പക്ഷെ ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നിരന്തരം ദേവിക കുറ്റപ്പെടുത്തുന്നതും അവളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതും മഹാമോശമാണ്. അമ്മയ്ക്ക് എന്നെ അത് തോന്നുന്നില്ല. അമ്മ ഇത് ഒഴിവാക്കണം, അവസാനിപ്പിക്കണം. മഹാദേവ, നീ ഞാൻ പറഞ്ഞോട്ടെ, ദേവിക ഈ വീട്ടിലെ മരുമകളായി വരണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് അമ്മയല്ലേ? ആ അമ്മ ഇപ്പോ ആരുടെ വാക്കുകൾ കേട്ടാണ് ദേവികയുടെ ശത്രുവായി മാറിയത്? അമ്മേ, അമ്മയ്ക്കൊരു വിലയാണ്. അത് അമ്മയായിട്ട് നശിപ്പിക്കരുത്. അമ്മയുടെ അന്തസ് അമ്മ കളഞ്ഞു വിളിക്കരുത്. എടാ, നീ എന്നെ ശാസിക്കാണല്ലേ? ഇതുവരെ എന്നെ നീ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ നീ എന്നെ വഴക്ക് പറയുന്നു, എന്നെ ചോദ്യം ചെയ്യുന്നു.
കൊള്ളാം. അമ്മയോട് മാത്രമല്ല എല്ലാവരോടും കൂടെ പറയുക, ഇനിമേലിൽ ഈ വീട്ടിൽ ഒരാളും ദേവികയെക്കുറിച്ച് മോശമായി ഒരു വാക്കുപോലും മിണ്ടിപ്പോകരുത്. അവളെ പരിഹസിക്കരുത്, വേദനിപ്പിക്കരുത്. ഈ കുടുംബത്തിന് വേണ്ടി നന്മ മാത്രം ചെയ്യുന്നവളാണ് ദേവിക. ഇത് വേദന മാറാനുള്ള ഒരു പെയിൻ കില്ലറാ. ഡോക്ടറെ, ആ? ഡോക്ടർ മലയെ കുത്തിവെക്കോ? വേദന മാറണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ വേണ്ട, എന്റെ മലയെ കുത്തിവെക്കണ്ട ഡോക്ടറെ. കുത്തിവെച്ചാലേ മലയ്ക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. എന്റെ മലയെ വേദനിപ്പിക്കല്ലേ. ഏയ് സിദ്ധു, സാരമില്ല കുട്ടാ, എനിക്ക് വേദനിക്കൊന്നുമില്ല കേട്ടോ. മോൻ പേടിക്കണ്ട, ഇഞ്ചക്ഷന് ഒട്ടും വേദന ഉണ്ടാവില്ല. ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലത്തെ വേദനയും ഉണ്ടാവും. എന്നാലും വേണ്ട. സിദ്ധു എന്താ ഇത്? വേണ്ട വേണ്ട പറ അമ്മ. ഒന്നും ഇല്ലടാ, ദേ കഴിഞ്ഞു. ആ, ദേ കഴിഞ്ഞു. ദേ നോക്കി, കുട്ടന്റെ മലാഹയ്ക്ക് ഇപ്പൊ ഒരു വേദന ഇല്ലല്ലോ. കഴിഞ്ഞു. മലയ്ക്ക് വേദനിക്കണ്ടോ? ഏയ്, എനിക്കൊരു വേദന ഉണ്ടായില്ല. ശരിക്കും? സത്യം. അല്പം കഴിയുമ്പോൾ മുട്ടിന്റെ വേദനയ്ക്കും മറ്റു ബോഡി പെയിനും നല്ല ആശ്വാസം ഉണ്ടാവും. മുറിവ് സെപ്റ്റിക് ആവാതിരിക്കാനും പെട്ടെന്ന് ഉണങ്ങാനും ഒരു ഓയിൽമെന്റ് തരാം. അത് ഇടയ്ക്കിടയ്ക്ക് ഈ മുറിവിലൊന്ന് പുരട്ടി കൊടുക്കണം. ഒപ്പം ശരിക്കും വിശ്രമവും വേണം. പ്രിസ്ക്രിപ്ഷൻ ഞാൻ മാഡത്തിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. സിദ്ധു വാ, മോള് കിടന്നോ. അനീഷേട്ടാ, എന്തായി? അവര് മിസ്സായി പോയി ദേവികെ. മിസ്സായി പോയോ? ഗാന്ധി പാർക്ക് ജംഗ്ഷൻ വരെ ഞാൻ അവരെ ഫോളോ ചെയ്തു. പക്ഷെ അവിടെ വെച്ച് പെട്ടെന്ന് അവരെന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടോ പോയി. അവര് എവിടെ പോയിന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അവര് വീണ്ടും തിരിച്ച് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു വരവ്. എന്നിട്ടെന്താ, ഒരുവിധം അവരുടെ കൈ പെടാതെ ഞാൻ തടിതപ്പി വന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. വീണ്ടും അവരുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ അത് കൂടുതൽ അപകടമായി മാറുമായിരുന്നു. അവരെ പിന്തുടർന്നിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. അല്ല അനീഷേട്ടാ, അവർ ഓടിച്ചിരുന്ന ബൈക്കിന്റെ നമ്പർ വല്ലതും അനീഷേട്ട ശ്രദ്ധിച്ചിരുന്നു? ആ, അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഏതാ നമ്പർ? ഓക്കെ, തൽക്കാലം ഇത് മതി. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അനീഷേട്ടനെ ഞാൻ വിളിച്ചോളാം. ആ ശരി മോളെ. മലകെ വാ, നമുക്ക് പന്ത് കളിച്ചാലോ? പന്ത്? വാ മലകെ. അയ്യോ സോറി മലകെ, അറിഞ്ഞോണ്ടല്ല. വേനിച്ചോ? എന്നാ നമുക്ക് പുറത്തേക്ക് പന്ത് കളിക്കാം. വാ മലകെ, പ്ലീസ് പ്ലീസ് വാ മലകെ, പ്ലീസ്. എന്റെ ആഗ്രഹല്ലേ, വാ പന്ത് കളിക്കാം. പന്ത് കളിക്കാൻ പറ്റിയൊരു പ്രായം. ഇയാൾ ഒരാള് കാരണോ എന്റെ ചേച്ചി ഇന്നലേക്കായത്.
ഇങ്ങോട്ട് മാറിയേ. ഗോപു ഇനി എന്തൊക്കെയാ കാണിക്കുന്നേ? അല്ല, ചേച്ചി കഷ്ടപ്പെടുന്നത് ഈ നിൽക്കുന്ന ആളെ കാണുന്നില്ലേ? മുട്ട മുറിഞ്ഞ് ദേഹം മുഴുവൻ വേദനയായിട്ടല്ലേ ചേച്ചി ഇവിടെ ഇരിക്കുന്നേ? ചേച്ചി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? എന്നിട്ടോ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാതെ ഇവിടെ വന്ന് പന്ത് കളിക്കാൻ വിളിക്കുന്നു. ഇപ്പൊ അതാണോ പ്രധാനം? ഗോപു നീ വാക്കുകളെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ പറയുന്ന ഒന്നും ശരിയല്ല മോളെ. എനിക്കൊരു ശരിയും ശരികേടും അറിയണ്ട. ദേ, എന്റെ ചേച്ചി ഉപദ്രവിക്കാതെ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഗോപു നീ ഒന്ന് പോകാൻ. ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ എന്ത് ഉപദ്രവിച്ചു എന്നാ? മാലാഖയുടെ കാല് മുറിഞ്ഞേനാണോ എന്നെ ഇങ്ങനെ ചീത്ത പറയണേ? മാലാഖയുടെ കാല് മുറിഞ്ഞതേ നേർച്ച നടത്തിയിട്ടല്ലേ? മാലാഖയോട് നേർച്ച നടത്തണ അപ്പറേ പറഞ്ഞല്ലേ? അപ്പൊ മാലാഖ കേട്ടില്ല. സാരില്ല, മാലാഖയുടെ മുറിവിലൊക്കെ ഞാൻ മരുന്ന് ചേരാട്ടാ. ഒരു മരുന്നും വെച്ച് കൊടുക്കണ്ട. ഗോപു ഗോപു നിർത്ത്. ദയവ് ചെയ്ത് നീ ഇനി കുട്ടനെ കുറ്റപ്പെടുത്തോ വഴക്ക് പറയോ ചെയ്യരുത്. കുട്ടൻ വേറൊരു പാവാ. അത് നിനക്ക് ഇനി മനസ്സിലായിട്ടില്ലേ? ഇവിടെ നമുക്ക് ചുറ്റിന് നടക്കുന്ന എന്താണെന്ന് പോലും കുട്ടൻ അറിയില്ല. കുട്ടൻ ഒന്ന് മാത്രമേ അറിയൂ, സ്നേഹിക്കാൻ. എന്നോട് മാത്രമല്ല, എല്ലാവരോടും കുട്ടന് സ്നേഹം മാത്രമേ ഉള്ളൂ. ഗോപു, എനിക്ക് നിന്നോട് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? റൗഡികളുടെ ബൈക്കിന്റെ നമ്പർ അനീഷേട്ടൻ നോട്ട് ചെയ്ത് നന്നായി. ഇനി അവരാരാണെന്നും ആർക്കു വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നതെന്നും കണ്ടെത്തണം. ഏതായാലും അവന്മാരുടെ പിന്നിൽ ശക്തനായ മറ്റൊരാളുണ്ട്. അയാൾ ആരാണെന്ന് തിരിച്ചറിയണം. നീ എന്താ ചിന്തിക്കുന്നേ? ചേച്ചി, സിദ്ധുവേട്ടൻ ഇത്രയും വലിയൊരു അപകടത്തിലായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചി. ശോ, അതറിയാതെയാണല്ലോ ഞാൻ സിദ്ധുവേട്ടനെ വഴക്ക് പറയാൻ തുടങ്ങിയത്. ശോ, എനിക്ക് അതിലിപ്പോ വലിയ സങ്കടം തോന്നുക. അതൊന്നും സാരമില്ല, നീ അത് വിട്ടേക്ക്. അറിയാതെ സംഭവിച്ചു പോയതല്ലേ. എന്നാലും അത് പാടില്ലായിരുന്നു ചേച്ചി. നീ ഇനി അത് മനസ്സിലാക്കി പെരുമാറിയാൽ മതി മോളെ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ മനസ്സിലിപ്പോ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കുട്ടന്റെ ശത്രുക്കളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതെ, ചേച്ചി പറഞ്ഞതുപോലെ ആ ശത്രുക്കളെ, ആ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആ ചേച്ചി, ഈ കാര്യം നമുക്ക് ഋഷിയോട് കൂടി പറയാം. ഋഷിയും കൂടി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. ഹരിയേട്ടാ, പ്രശ്നമായി, ആകെ പ്രശ്നമായി. എന്താ മായേ, എന്തു പറ്റി? നമ്മൾ മിക്കവാറും പെടും. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ എങ്ങനെ പെടുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സിദ്ധുവിനെ അപായപ്പെടുത്താൻ വേണ്ടി അന്ന് നമ്മൾ ഗുണ്ടകളെ അയച്ചിരുന്നില്ലേ? അവന്മാരെ കുറിച്ച് ദേവിക മനസ്സിലാക്കി കഴിഞ്ഞു. അയ്യോ, അതങ്ങനെ അവളെ മനസ്സിലാക്കിയത്? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ മനസ്സിലാക്കി എന്നുള്ളത് സത്യം. ആ ഗുണ്ടകളെ പിന്തുടർന്ന് കണ്ടെത്താൻ വേണ്ടി ദേവിക അനീഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട്. അനീഷ് അവന്മാരെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തിയ എല്ലാം നമ്മളെ കൈവിട്ട് പോവില്ലേ ഹരിയേട്ടാ? അല്ല, ഈ ഗുണ്ടകളെ കുറിച്ച് ദേവിക വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളത് ഉറപ്പാണോ? അത് ഉറപ്പാ. ആ ഗുണ്ടകളെ കുറിച്ച് ദേവിക ഗോപികയോട് സംസാരിക്കുമ്പോഴാ ഞാൻ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടത്. ആ കേട്ടതിൽ നിന്ന് ദേവികയ്ക്ക് ഗുണ്ടകളുടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടല്ലേ ആ ഗുണ്ടകളുടെ പിന്നാലെ അനീഷിനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അന്ന് എന്നെ യുവമാരുടെ പിടിപെടുകൊണ്ടാ സിദ്ധു ജീവനോട് രക്ഷപ്പെട്ടത്. അതും ഒന്നല്ല, 2 പ്രാവശ്യം.
എന്നിട്ടിപ്പം നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അമർ വീണ്ടും അവതരിച്ചത്. ഇത്രയ്ക്ക് മോളില്ലാത്തമാരായി പോയല്ലോ. ഏതായാലും ഞാൻ വിളിക്കട്ടെ. വേഗം വിളിക്കേ. അത് ശരിയാ. ഹരിദാസ് സാറാണല്ലോ. നീ കോൾ എടുക്ക്. സാറേ, ഞങ്ങൾ സാറിനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. സാറേ, മറ്റേ പയ്യൻ മരിച്ചില്ലായിരുന്നല്ലേ? ഇല്ല. എന്തേ? കക്ഷിയെന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. അയാൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി സാറേ. ഞങ്ങളത് സാറിനെ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോഴാണ് സാറ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾ മിണ്ടിപ്പോരുത്. രണ്ടുപേർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? സിദ്ധുവിനെ കണ്ട ശേഷം നിങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയാ സംസാരിച്ചത്? അത് പിന്നെ ഞങ്ങൾ ആ പഴയ കാര്യങ്ങളൊക്കെ. നിങ്ങളൊരു വലിയ വീഴ്ചയാണ് കാണിച്ചത്. സിദ്ധുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ പൊതു സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നത്? ആവശ്യമില്ലാത്തൊക്കെ നിങ്ങൾ അവിടെ വെച്ച് വിളമ്പിയല്ലേ? എന്താ സാർ, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചത് ആരെങ്കിലും കേട്ടോ? എന്തെങ്കിലും കുഴപ്പമായോ? കേട്ടു. കേട്ടതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളെ വിളിക്കേണ്ടി വന്നത്.